എനിക്ക് മാർഗതടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഞാനത് അയാൾ അന്നേരം കണ്ടിട്ട് ഒരു സാധാരണ ലെവലിലാണെന്നാണ് തോന്നി. അപ്പോൾ അയാളുടെ രീതി എങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നത്. രണ്ട് സൈഡും അപകടം നടന്നതായിട്ടാണ് അറിവ്. കല്ലമ്പലം കടുവായിൽ പള്ളിക്ക് സമീപം ദേശീയപാതയോരത്ത് അനാഥമായി കിടക്കുന്ന ഈ പുത്തൻ വാഹനം ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഡിസംബർ 30 മുതലാണ് മഹീന്ദ്ര XUV 700 ഇവിടെ കാണപ്പെടാൻ തുടങ്ങിയത്. ഇത് കഴിഞ്ഞ 30-ാം തീയതി രാത്രി ഒരു 9 മണിയോടുകൂടി 8:30-ക്ക് ശേഷമാണ് കൊണ്ടിട്ടതെന്നാണ് അറിവ്. ഞാൻ കടയടച്ചിട്ട് പോയി. അതിന് ശേഷമാണ് ഇത് വണ്ടി രണ്ട് ഭാഗത്തും അത് അപകടം നടന്നിട്ടുണ്ട്. രണ്ട് സൈഡും അപകടം നടന്നതായിട്ടാണ് അറിവ്. പിന്നെ ഇതുവരെ അതിൻ്റെ ഉടയൻ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എനിക്ക് മാർഗതടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഞാനത് ആൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് വന്നില്ല. പിന്നെ കല്ലമ്പലം സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് അവർ വേണ്ടുന്ന നടപടി ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യവും ഉണ്ടായില്ല. RDOയിൽ ഇതിൻ്റെ താൽക്കാലിക നമ്പർ വെച്ച് രജിസ്ട്രേഷൻ വെച്ച് നോക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ കണ്ടില്ല. ഇത് ഏകദേശം ഇപ്പോൾ 2 ആഴ്ചയായി. 30 പോയിട്ട് ഇന്ന് 14 ആയില്ലേ. അപ്പോൾ 2 ആഴ്ചയായി. പനേറ കോവൂരുള്ള ഒരു ആളുടെ വണ്ടിയാണെന്നാണ് പറഞ്ഞ് അറിവ്. പിന്നെ ഹൈവേ പോലീസിൻ്റെ അടുക്കൽ ഞാൻ വിവരങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആണ്. അപ്പം നോക്കാമെന്ന് അവർ പറഞ്ഞ് ശ്രമിക്കാം, എടുത്ത് മാറ്റാം എന്ന് അവരും പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ട് അതിൻ്റെ ഉടയം വരെയോ മറ്റ് നടപടികളോ ഒന്നും ആയില്ല. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ മുൻഭാഗത്ത് അപകടം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. മറ്റെവിടെയോ വെച്ച് അപകടത്തിൽപ്പെട്ട ശേഷം വാഹനം ഇവിടെ ഉപേക്ഷിച്ച് പോയതാകാമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും സംശയിക്കുന്നത്. കോവിലുള്ളതാണെന്ന് അയാൾ പറഞ്ഞെന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഒരു ദിവസം അയാൾ വണ്ടിയിൽ നോക്കുന്നുണ്ട്, ബസ്സിലിരുന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ദിവസം വന്ന് ഇത് പൂട്ടിയിട്ട് പോകണം, ലോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആളിടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതാണ് ലാസ്റ്റ് കണ്ടത്. പക്ഷെ അയാൾ എങ്ങോട്ട് പോയി നോക്കിയിട്ട് ഞാൻ കണ്ടുപോയില്ല. CCTV ക്യാമറ ഇവിടെ പള്ളിയിലുള്ളത് ഏറ്റവും ഒന്ന് മറിക്കുകയില്ല എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ വന്നിട്ടില്ല. എന്തിനാണ് ഇതിൻ്റെ യഥാർത്ഥ കേസ് എന്ന് പറഞ്ഞാൽ അയാൾ വണ്ടി എവിടെ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. സ്റ്റാർട്ട് ആവാത്തപ്പോഴത്തേക്ക് എന്തൊക്കെ വണ്ടി എവിടെയൊക്കെ ഒരേ എന്തൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ എല്ലാം കൂടെ തള്ളി ഇവിടെ കൊണ്ടിട്ട് അയാളും ഉണ്ടായിരുന്നു. അയാൾ അന്നേരം കണ്ടിട്ട് ഒരു സാധാരണ ലെവലിലാണെന്നാണ് തോന്നി. അപ്പോൾ അയാളുടെ രീതി എങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ അയാളിവിടെ വന്നിട്ടുമില്ല. ഇത് പ്രായമുണ്ടായിരുന്നു. പ്രായമുള്ള ആൾ തന്നെ. അയാൾ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരാളെ ഉള്ളായിരുന്നു. അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പിന്നെ വലിയ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കിയില്ല ഒന്നും. ദിവസങ്ങളായി ഉടമസ്ഥരില്ലാതെ കിടക്കുന്ന ഈ വാഹനം നീക്കം ചെയ്യാൻ പോലീസിൽ വിവരം അറിയിച്ചിരുന്നെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. വർക്കല പനേറ കോവൂർ മേഖലയിലുള്ള ഒരാളുടേതാണ് വാഹനമെന്ന് സൂചനയുണ്ടെങ്കിലും ഉടമസ്ഥരാരും ഇതുവരെ വാഹനം അന്വേഷിച്ച് എത്തിയിട്ടില്ല. തിരക്കേറിയ ദേശീയപാതയിൽ കടകൾക്ക് മുന്നിൽ തടസ്സമായി കിടക്കുന്ന ഈ വാഹനം എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും ഇതിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.